പി.സി. ജോർജിന്റെ ജാമ്യം. മതം നോക്കി നീതി നടപ്പാക്കുന്ന സർക്കാരിന്റെ മുഖത്തേറ്റ ആദ്യ പ്രഹരം. ആദ്യമേ തന്നെ പിണറായി സർക്കാരിന് നന്ദി പറയട്ടെ. ക്രൈസ്തവ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന പി.സി. ജോർജിനെ കേരള സമൂഹത്തിന്റെ മുന്നിൽ ഒരു ഹീറോ ആക്കി മാറ്റിയെടുത്തതിന്. പുലർക്കാലത്ത് ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വിധത്തിൽ പി.സി. ജോർജിനെ പൊക്കിയെടുത്തപ്പോൾ പിണറായി സർക്കാർ ചില റമദാൻ സ്വപ്നങ്ങൾ കണ്ടു കാണണം. പക്ഷേ പുഷ്പം പോലെ ജാമ്യം വാങ്ങി പി.സി. പുറത്തു വന്നപ്പോൾ ചീറ്റിപ്പോയത് പോലീസിന്റെ ജാമ്യം അനുവദിക്കരുത് എന്ന വാദം മാത്രമായിരുന്നില്ല. പിന്നെയോ പിറന്നാൾ നാളുകളിൽ ചെയ്തു കൊടുക്കാമെന്ന് ചിലർക്ക് നൽകിയ മധുര സുന്ദര വാഗ്ദാനങ്ങൾ കൂടിയാകണം. എന്തായാലും പി.സിക്ക് കോളടിച്ചു. പൂഞ്ഞാർ സിംഹം എന്നറിയപ്പെടുന്ന പി.സിയുടെ മൈലേജ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സർക്കാർ ചെലവിൽ എത്ര മടങ്ങാണ് വർദ്ധിച്ചത്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ഒരു ചെറിയ സമൂഹത്തോട് പി.സി. ജോർജ് പറഞ്ഞ കാര്യങ്ങൾ ജനലക്ഷങ്ങൾ അറിയാൻ ഇടയായി. ഒപ്പം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും കേരളത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് അനേകർക്ക് ബോധ്യപ്പെട്ടു. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, മുസ്ലിം തീവ്ര സംഘടനകൾക്ക് വേണ്ടി കളത്തിലിറങ്ങിയ പിണറായി സർക്കാർ സെൽഫ് ഗോൾ അടിച്ച് കളി തോറ്റ് തുന്നം പാടി. ഇനി മതം നോക്കി നീതി നടപ്പാക്കുന്ന പിണറായി സർക്കാരിനെ കുറിച്ചാകട്ടെ. മുഖത്ത് പച്ചക്കണ്ണാടി വെച്ചതുമൂലം മുസ്ലിം സമുദായത്തോട് ഒരു സമീപനവും മറ്റു സമുദായങ്ങളോട് മറ്റൊരു സമീപനവും വെച്ചു പുലർത്തുന്ന പിണറായി സർക്കാരിന്റെ കടുത്ത വിവേചനത്തിന് ഏതാനും ഉദാഹരണങ്ങൾ. കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചില അപകട സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ അതിന്റെ പേരിൽ പി.സി. ജോർജിനെതിരെയും പാലാ ബിഷപ്പിനെതിരെയും പിണറായി സർക്കാർ കേസെടുത്തു. പക്ഷേ പക്ക മതവിദ്വേഷ പ്രസംഗം നടത്തിയ ചിലർക്കെതിരെ കേസെടുക്കാൻ ധൈര്യമില്ലാതെ മുട്ടിടിച്ച് പിണറായി സർക്കാർ ഇന്നും മുന്നോട്ട് പോകുന്നു. അവർ ആരാണെന്നറിയണ്ടേ? ക്ഷേത്രങ്ങൾ വേശ്യാലയങ്ങൾക്ക് തുല്യമാണ് എന്ന് പരസ്യമായി വിളിച്ചു കൂവിയ മുജാഹിദ് ബാലുശ്ശേരി, ക്രിസ്ത്യാനികളുടെ ദൈവം യേശു ക്രിസ്തു പിഴച്ചു പെറ്റവനാണ് എന്ന് കഴിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ മൈക്ക് വെച്ച് ഉറക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞ വസീം അൽ ഹിക്കിമി എന്ന ഉസ്താദ്, ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരെ കൊല്ലണമെന്ന കൽപ്പന പുറപ്പെടുവിച്ചത് മറ്റൊരു മുസ്ലിം പണ്ഡിതൻ ഷാഫി സജാദി, മുസ്ലിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ഡോക്ടർമാരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകരുത് എന്ന വർഗീയ പ്രസ്താവന വിളമ്പിയതും മുജാഹിദ് ബാലുശ്ശേരി തന്നെ. ഇങ്ങനെ എത്രയെത്ര എണ്ണിയാൽ തീരാത്ത മതവിദ്വേഷം വളർത്തുന്ന പ്രസ്താവനകൾക്കെതിരെ കേസെടുക്കണമെന്ന് രേഖാമൂലം തന്നെ പലതവണ കേരള സർക്കാരിനോട് ക്രൈസ്തവ ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടതാണ്. മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ പരാതികളിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്ന സർക്കാരാണ് ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് എന്നിവരുടെ പരാതിയിന്മേൽ പി.സി. ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിന് പല സ്റ്റേഷനുകളിലായി 100ഓളം പരാതികൾ ഇപ്പോഴും സർക്കാരിന്റെ നീതിക്ക് വേണ്ടി കാത്തുകിടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് വിളിച്ചാൽ സ്റ്റേഷനിൽ ഹാജരാകുന്ന മുൻ എം.എൽ.എയും മുൻ ചീഫ് വിപ്പുമായ പി.സി. ജോർജിനെ പരാതി ലഭിച്ച് ഒരു ദിവസത്തിനുള്ളിൽ പുലർക്കാലത്ത് വന്ന് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് കേരള സർക്കാരിനോട് ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് മാത്രമാണ്: ഇത്ര ധൃതിയിൽ കസ്റ്റഡിയിലെടുക്കാൻ കാരണം അയാൾ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ, അതോ അയാൾ വിളിച്ചു പറഞ്ഞ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പലരുടെയും ഉറക്കം കെടുത്തിയതോ? ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. കേരളം ഇന്ന് വരെ കാണാത്ത ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്ക് ഇത്തരം വിവേചനപരമായ നടപടികൾ വഴി കേരള സർക്കാർ തന്നെ വഴികൾ ഒരുക്കുന്നു. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണല്ലോ പഴമൊഴി.